അല്ല ഈ സോഷ്യൽ മീഡിയയിൽ കുറെ കമന്റുകൾ ആ കുടുംബത്തിനെതിരെ വരുന്നത്. ഞാൻ അതിന് ആദ്യം ഒരു കാര്യം പറയാം. അല്ല, ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുനെ കിട്ടിയോട് കൂടിയാണല്ലോ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അർജുനെ കിട്ടുന്നതിന് മുമ്പേ യാതൊരു പ്രശ്നങ്ങളില്ലേനും ഇത് ആദ്യമായിട്ട് അർജുനെ കിട്ടി അർജുനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിറ്റേ ദിവസം രാവിലെ 5 എന്താണ് ലോറി ഉടമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫ്യൂഷൻ സംസാരം വന്നതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. ലോറി ഉടമ മുബീനാണ്. അത് പറഞ്ഞത് എങ്ങനെയാണ്, മനാഫ് എന്ന് പറഞ്ഞ ആളല്ല ലോറി ഉടമ, ഒരു മുബീൻ എന്ന് പറഞ്ഞ ഒരാളാണ്. മുബീൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ സഹായിച്ചത്. അങ്ങനെയൊക്കെ എന്തോ ഒരു വർത്താനം പറഞ്ഞു. ഞാനത് ആ സമയത്ത് അങ്ങനെ അവർക്കൊരു വിവാദം ഉണ്ടായ സമയത്ത് ഞാൻ അതേ സമയത്ത് അർജുൻ്റെ കൂടെ വരണമെന്നതിന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്താണ്, ഞാൻ അപ്പം തന്നെ പുറപ്പെട്ട് ഞാനും നമ്മൾ ബ്രദേഴ്സ് എല്ലാവരും കൂടി പുറപ്പെട്ട് മുബീനെ അവിടെ നിർത്തി. മുബീനോ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ രാവിലെ ഉറങ്ങാതെ വണ്ടി ഓടിച്ച് വന്നിട്ട് ഞാൻ ആ വിവാദം അത് കാര്യം തീർത്തതായിരുന്നു. പിന്നീട് ഓരോ ഫാമിലിക്ക് അതൊരു തൃപ്തികരമായ എൻ്റെ മറുപടി ആണെന്ന് തോന്നിയില്ല. ആ ബൈറ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി എടുത്ത് നോക്കാം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണേ അത് മുബീൻ്റെ വാരാണ്. പക്ഷെ അത് ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കരുത്, ആരും ഇവർക്കെതിരെ ഒരു ബാഡ് കമൻസ് ഇടരുത്, ഇതൊക്കെ ഞാൻ അന്ന് പറഞ്ഞതാണ്. പിന്നീട് അത് എന്തായെന്ന് പറഞ്ഞാൽ അവർക്ക് അതും തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് രാത്രി ഞാൻ വീണ്ടും പോയി ഒരുപാട് ചാനലുകാർ അന്ന് രാത്രി വീണ്ടും വിളിച്ചു വരുത്തി. ഞാൻ വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞു ഇത് മുബീൻ്റെ വാഹനമാണ്. ഇതിപ്പോൾ മുബീൻ്റെ വാഹനമോ എൻ്റെ വാഹനമോ അത് നമുക്കൊരു പ്രശ്നമല്ല. ഓൻ്റെ അനിയനാണ്, എൻ്റെ മൊത്തം സ്വത്ത് എനിക്ക് എഴുതി കൊടുത്താലും ഒരു കുഴപ്പമില്ലാത്ത കേസല്ലേ. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വിഭജനം ഇല്ല, ഇന്നും ഒരു അതിൻ്റെ കാര്യത്തിലില്ല. പ്ലീസ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും ഒരു എന്താ പറഞ്ഞാൽ വിട്ട് കളയാം നമുക്ക് ഇതൊക്കെ. നൗഷാദ് തെക്കേലിന് ഓരോന്നും മുന്നേ അറിയില്ല. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം തുടങ്ങിയത് മുതൽ അറിയാം. അതായത് ഈ ആക്ഷൻ കമ്മിറ്റി നമ്മൾ പൂർണ്ണതോതിൽ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് വന്ന 2ാമത്തെ ദിവസം മുതൽ ഇവർ കോഴിക്കോട് കളക്ടറേറ്റിൽ അങ്ങനെയുള്ള പല സ്ഥലത്തും ഇവരെന്താക്കിക്കണ്, അർജുന് ഐക്യദാർഢ്യം നമ്മളെ വാഹന അപകടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് നമ്മളെ ഒരു ഡ്രൈവറെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരാണ് എന്താക്കിയത്, മുന്നിട്ടിറങ്ങിയത്. ഈ ആളുകൾ ആ രൂപത്തിൽ പല വിഭാഗമായി നിന്നതിനെ നമ്മളെല്ലാവരും കൂടി പിന്നീട് ഇത് കിട്ടാതെ അനന്തമായി ഇങ്ങനെ പോകുന്ന സാഹചര്യം വന്നപ്പം ഇതേ ആളുകൾ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് കൂടി ഒരു വലിയൊരു രൂപത്തിൽ നമ്മളെന്താക്കി എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് നടത്തി ഇവരെ ഒരു കമ്മിറ്റിയായി ഫോം ചെയ്ത് ആ കമ്മിറ്റിയിൽ എല്ലാ വിഭാഗ ആളുകളുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, ട്രേഡ് യൂണിയൻ്റെ ആളുകളുണ്ട്. പറഞ്ഞതാണ് ആ ഒരു മീറ്റിങ്ങിന് അന്നാണ് 41 എന്ന് പറഞ്ഞ ചടങ്ങുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വരാൻ പറ്റൂല എന്നുള്ളത് പറഞ്ഞ് അപ്പം നമ്മൾ ആ ഡേറ്റിലേക്ക് എല്ലാവരും വന്നു പോയിന്.